ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് നോമ്പിൻ്റെ 18-ാം ദിവസം. ഇന്നത്തെ ചിന്താവിഷയം പ്രവാചകർ, പ്രത്യാശയുടെ കിരണങ്ങൾ. ഇന്നത്തെ വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ഈ വേദഭാഗത്ത് യോസേഫും മറിയയും ഗലീലയിലെ നസറേത്ത് പട്ടണത്തിൽ നിന്നും പേര് ചാർത്തലിനായി യഹൂദിയയിലെ ബേത്ലഹേമിലെത്തുന്നതും ക്രിസ്തുവിൻ്റെ ജനനവും കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ സന്ദേശം ആട്ടിടയർക്ക് ലഭിക്കുന്നതുമാണ് വിവരിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്കേവർക്കും അറിവുള്ളതുപോലെ ഈ അത്ഭുത ജനനം പ്രവചനങ്ങളുടെ ഒരു നിവൃത്തിയായിരുന്നു. പ്രവാചകർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരായിരുന്നു. അവർ ദൈവേഷ്ടം ജനങ്ങളെ അറിയിക്കുകയും ദൈവത്തിൻ്റെ ആലോചന ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഒക്കെയും ചെയ്തിരുന്നു. പഴയ നിയമത്തിൽ ഉടനീളം നമുക്കത് കാണുവാൻ സാധിക്കും. ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ കുറിച്ചും ധാരാളം പ്രവചനങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അതിശയകരമാം കൃത്യതയോടെ തന്നെ പ്രവചനങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. യെശയ്യാവ് 7:14 കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കും. മീഖ 5:2 നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. ഈ പ്രവചനങ്ങളൊക്കെയും അന്ന് ഇസ്രായേൽ മക്കൾക്ക് വലിയ പ്രത്യാശ നൽകുന്നവയായിരുന്നു. അവർ തൻ്റെ മശിഹായുടെ വരവിനായി കാത്തിരിക്കുകയും ആയിരുന്നു. പല കുലീന കുടുംബത്തിലെ കന്യകമാർ ക്രിസ്തുവിൻ്റെ വരവ് തന്നിലൂടെ ആകുവാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കഴിഞ്ഞിരുന്നു. എന്നാൽ പ്രവാചകർ അരുളി ചെയ്ത പ്രവചനങ്ങൾ നിവൃത്തിയായതോ കന്യമറിയാമിലൂടെയും. കാരണം മറിയാമിൻ്റെ കർത്താവിനോടുള്ള വിനയപൂർവമായ വിധേയത്വം തന്നെ. മശിഹായുടെ ഈ വരവ് കാത്തിരുന്ന ജനമോ ഇത് ഗ്രഹിച്ചതുമില്ല. കാരണം വചനത്തെക്കുറിച്ച് വലിയ അറിവും ചിട്ടയുള്ള ജീവിതശൈലിയും അവർക്കുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തോടുള്ള വിധേയത്വം ഇല്ലാതെ പോയി. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരം ലഭിച്ചപ്പോഴോ അവർക്ക് ഭയമാണ് ഉണ്ടായത്. ഹെരോദാവും യെരുശലേമും ഒക്കെയും ഭയപ്പെട്ടു പോയി എന്ന് നാം വായിക്കുന്നു. രാജ്യസ്ഥാനത്തിന് ഒരു അവകാശി എന്നുള്ളൊരു ഭയമാണ് അവിടെ ഉണ്ടായത്. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. വചനത്തെക്കുറിച്ചുള്ള അറിവോ ആരാധനയോ മാത്രമല്ല, ദൈവം നമ്മുടെ ഹൃദയങ്ങളെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. വളരെ കഠിനമായ സാഹചര്യമായിരുന്നു മറിയയ്ക്ക് ദൂത് ലഭിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. നിയമപ്രകാരം തന്നെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുകയോ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ മറിയ ഒന്നും ചിന്തിക്കാതെ കർത്താവിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുകയായിരുന്നു. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നവൾ പറഞ്ഞു. പിന്നീടുള്ളതെല്ലാം ദൈവത്തിൻ്റെ അതിശയകരമായ നടത്തിപ്പായിരുന്നു. ഭയങ്കരവും അതിശയകരമായി തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ഓരോ ഉദ്ദേശ്യപൂർത്തിക്കാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് അതിനായി നമ്മളെ ഒരുക്കാം, വിധേയപ്പെട്ടു കൊടുക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഓരോ അത്ഭുതമായി തന്നെ മാറ്റും നിശ്ചയം. പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നമ്മെ തളർത്താതെ ഇരിക്കട്ടെ. തീച്ചുളയുടെ അനുഭവങ്ങൾ നമ്മെ ഭയപ്പെടുത്താതെ ഇരിക്കട്ടെ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം നമ്മോട് കൂടെയുണ്ട്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവനും വീണ്ടും വരുന്നതുമായ കർത്താവ് നമ്മോട് കൂടെ തന്നെയുണ്ട്. അതുകൊണ്ട് ഈ ആഗമനകാലം നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. ക്രിസ്മസ് ബാഹ്യ പ്രകടനങ്ങൾ ഒതുങ്ങാതെ ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നെ ആകട്ടെ. അതിനായിട്ട് നമ്മെ വിധേയപ്പെടുത്താം, വിനയപ്പെടുത്താം. അതിനുള്ള കൃപയും ശക്തിയും ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാൻ
തൻ്റെ ഏകജാതനായ പുത്രനെ അയച്ചതിനായി സ്തോത്രം. അവിടുത്തെ ഹിതം തിരിച്ചറിയുവാനും അതിന് പ്രകാരം ജീവിക്കാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ.